KSRTC കണ്ടക്ടറുടെ ജാഗ്രതയിൽ ജയിലിലായത് അയൽ സംസ്ഥാനക്കാരായ രണ്ട് സ്ഥിരം മാലമോഷ്ടാക്കളാണ്. ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ കള്ളികൾ മാലയുമായി കടന്നുകളയുമായിരുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ കൈതവനയിൽ നിന്ന് ഇതര സംസ്ഥാനക്കാരായ രണ്ട് സ്ത്രീകൾ കയറി. മങ്കൊമ്പിന് ടിക്കറ്റ് എടുത്തവർ കുറച്ചു പിറകിലുള്ള സ്റ്റോപ്പായ കൈനഗിരിയിൽ ഇറങ്ങി. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കണ്ടക്ടർ K പ്രകാശ് പേഴ്സും ആഭരണങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മറ്റ് യാത്രക്കാരോട് ആവശ്യപ്പെട്ടു. 7 പവന്റെ മാല കാണാനില്ലെന്ന് വയോധിക പറഞ്ഞപ്പോഴേക്കും മോഷ്ടാക്കൾ ഓടിക്കഴിഞ്ഞിരുന്നു. കണ്ടക്ടർ പ്രകാശും യാത്രക്കാരും പിന്നാലെ ഓടി ഇവരെ പിടികൂടി. ഇവരിങ്ങനെ ഒരു മോഷണ സംഘമാണെന്ന് തോന്നാൻ കാര്യം എന്താ? ഞാൻ ഈ വർഷങ്ങളായിട്ട് വണ്ടിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്കിത് ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ നമുക്കറിയാം. കാരണം അവർക്കൊരു ലക്ഷണമുണ്ട്, ഈ മോഷണ ശ്രമം അങ്ങനെയുള്ള ലക്ഷണം ഉള്ളതുകൊണ്ടാണ് എനിക്കത് തോന്നിയത്. ഇവർ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണെന്ന്. കാരണം അവർ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത സ്ഥലത്തുനിന്ന് മുമ്പേ ഇറങ്ങിയപ്പോഴേ എനിക്ക് സംശയം തോന്നി. അങ്ങനെ ഞാൻ പുറകിന് ഓടി ചെപ്പോഴത്തേക്ക് അവർ സാധനമായിട്ട് ഓട്ടോയിൽ കയറി. ആ ഓട്ടോയിൽ ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ സാധനം ഉണ്ട്. അപ്പോൾ യാത്രക്കാരും എല്ലാം കൂടെ എന്നെ സഹായിക്കാൻ പുറകിന് ഓടി വന്ന് ലേഡീസും ഒക്കെ വന്ന് അവരെ പിടിച്ചു വെച്ചാണ് പോലീസിനെ ഏൽപ്പിച്ചത്. പെണ്ണുങ്ങളൊക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആണുങ്ങൾക്ക് ചെന്ന് കയറി പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ സാധനം ഉറപ്പായിട്ട് പോയെന്നുള്ളതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് കയറി പിടിച്ചു വെച്ചവരെ. കാരണം ആദ്യം ചെല്ലുന്ന ഞാനാണ്, പിന്നീടാണ് പുറകിന് ആൾ വരുന്നത്. കാരണം ഇവർ കുതിരി എങ്ങനെയും പോകാൻ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഇവർ നോക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇതുപോലുള്ള ടീമുകൾ നമ്മളെ വണ്ടി കയറിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വലിയ മോഷണമൊന്നും നടത്തിയിട്ടില്ല. കാരണം നമ്മൾ ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായി ഇവർ നിൽക്കത്തില്ല, ഇറങ്ങി അങ്ങ് പോകും. അവരുടെ പരിപാടി നടക്കത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ പിന്നെ വണ്ടി അയക്കത്തില്ല. കണ്ണമ്മ, സുബ്ബമ്മ എന്നിങ്ങനെയാണ് പിടിയിലായവരുടെ പേര്. കോയമ്പത്തൂരാണ് സ്വദേശം. ഇരുവരും മുൻപ് ഒട്ടേറെ തവണ മാലമോഷണ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. എന്തായാലും ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥതയോട് ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ കളികളെ പിടിക്കാനായിട്ട് സാധിച്ചത്. കാരണം അദ്ദേഹം വളരെ ജാഗ്രതയോടെ കൂടി ഇവരെ നിരീക്ഷിച്ചത് കൊണ്ടാണ് അത് മനസ്സിലാക്കാനും പിന്നാലെ പോയി ആ മാല തിരികെ എടുക്കാനും സാധിച്ചത്. നമുക്കിപ്പം രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഉത്തരവാദിത്തപൂർണ്ണം അദ്ദേഹം ജോലി നിറവേറ്റി, ആത്മാർത്ഥത അതിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഈ കള്ളികളെ പിടികൂടാനും സാധിച്ചത്, അല്ലേ? ഒരു ദിവസം ശമ്പളം വൈകിയാൽ അസ്വസ്ഥരാകുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അപ്പോൾ ഈ KSRTC ജീവനക്കാരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ അവർക്ക് ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല. അപ്പോഴാണ് ആ ഒരു ജോലിയോടുള്ള, അല്ലെങ്കിൽ ആ വണ്ടിയിൽ കയറുന്ന ആ യാത്രക്കാരോട്, പ്രത്യേകിച്ച് കസ്റ്റമർ എന്ന് പറയാൻ പറ്റുന്ന ആളുകളോട് K പ്രകാശ് എന്ന കണ്ടക്ടർക്കുള്ള ആത്മസമർപ്പണവും ജോലിയോടുള്ള ആത്മാർത്ഥതയും നമ്മൾ കാണേണ്ടത്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ആ വാഹനയാത്രക്കാരിയുടെ മാല പോയെങ്കിൽ അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാനുള്ള സമയം, ഓട്ടം വേണമെങ്കിൽ ഒഴിവാക്കും. അത്ര മാത്രമേ സംഭവിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് സാമ്പത്തികമായോ തൊഴിൽപരമായിട്ടോ ഒന്നും സംഭവിക്കില്ല. അപ്പോഴാണ് ഒരു 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 നല്ല ഒരു ജോലിക്കാരൻ്റെ ഒരു ജാഗ്രത അവിടെ ഉണ്ടായത്. കാരണം ആ സ്ത്രീകൾ കയറിയപ്പം തന്നെ ഒരു കുഴപ്പക്കാരാണ് എന്നുള്ളൊരു ലക്ഷണം പുള്ളിക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ഇറങ്ങുമ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു അസ്വാഭാവികത കണ്ടു. 15 വർഷത്തിലധികമായി അദ്ദേഹം ഈ കണ്ടക്ടർ ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ നിരന്തരം കാണുന്നതായതുകൊണ്ട് ആളുകളുടെയൊക്കെ ഒരു ജസ്റ്റേഴ്സിൽ നിന്നും, നമ്മൾ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് ചില ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഈ കണ്ടക്ടർമാരും. അവർക്ക് അദ്ദേഹത്തിന് അത് മനസ്സിലാവുകയും സ്ത്രീകളായതുകൊണ്ട് ഒരു ജാഗ്രത പുലർത്തി പിന്നാലെ തന്നെ പോയി അവരെ പിടികൂടി. അവരുടെ മാല, 7 പവന്റെ മാല എന്ന് പറയുമ്പോൾ ഈ കാലത്ത് ഒരു 4-4 ലക്ഷം രൂപയിലധികം വില വരുന്ന മാല എന്ന് മാത്രവുമല്ല, ഈ സ്ത്രീകളൊക്കെ മുൻപും പലതവണ പിടിയിലായിട്ടുള്ളതാണ്. പക്ഷേ ഇവർ വീണ്ടും ജയിലിൽ പോയി പുറത്തിറങ്ങും. പലപ്പോഴും പല കേസുകളിലും ഇത്തരം നാടോടികളായ സ്ത്രീകളെ പിടികൂടാൻ വേണ്ടി കഴിയില്ല. കാരണം ഇവർ ഒരിടത്ത് പിടിക്കപ്പെടുന്ന പേരുകളല്ല വേറൊരിടത്ത് ചെല്ലുമ്പോൾ പറയുന്നത്. ഇപ്പോൾ കോയമ്പത്തൂരാണെന്ന് പറയുന്നു, പോലീസുകാർ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ മുൻപും, ഒരു മാസം മുൻപാണ് ചെങ്ങന്നൂരിലും ഇത്തരത്തിൽ 3 നാടോടി സ്ത്രീകളെ പിടികൂടിയിരുന്നു. AI ക്യാമറ പോലെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ രാജ്യത്തും ലോകത്തും ഒക്കെ കിട്ടുന്ന സമയത്താണ് ഇത്തരത്തിൽ കുറേ ആളുകൾ എപ്പോഴും വന്ന് കുറ്റകൃത്യം ചെയ്ത് മടങ്ങിപ്പോകുന്നത്. കൃത്യമായ ക്യാമറകളൊക്കെ സ്ഥാപിച്ച് ഇവർ വരുമ്പോഴേ തിരിച്ചറിയാൻ, മുഖമൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളൊക്കെ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ ഇത്തരം മോഷണങ്ങൾ ഒഴിവാക്കാനാവും. എന്തായാലും ഇവിടെ കണ്ടക്ടറുടെ സംയോജിതമായ ഇടപെടലിലൂടെ കള്ളികളെ പിടികൂടാൻ സാധിച്ചു. 7 പവന്റെ മാല തിരികെ എടുക്കാനും സാധിച്ചു.